സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. കഴിഞ്ഞ തവണ ശാരദാനന്ദ സ്വാമികളുടെ 6ാം വോള്യം ശ്രീരാമകൃഷ്ണ ലീലാമൃതത്തിന് ഒരു 6ാം ഭാഗം അദ്ദേഹം തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന 1-2 കാര്യങ്ങൾ ആണ് കഴിഞ്ഞ തവണ നമ്മൾ അത് പറഞ്ഞത്. അപ്പോൾ അതിൽ അതുൽ ചന്ദ്ര ഘോഷ്, ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ സഹോദരൻ അതുൽ ചന്ദ്ര ഘോഷിൻ്റെ ഒരു ഭഗവാനുമായിട്ടുള്ള അനുഭവമാണ് അതിനകത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആ സഹോദരൻ എന്നുള്ള നിലയിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് എങ്ങനെയാണ് ഭഗവാനെ കണ്ടിരുന്നത് എന്നുള്ള ഒരു ഭാഗവും കൂടെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. കാര്യം തുടക്കത്തിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഭഗവാനെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് അതുൽ ചന്ദ്ര ഘോഷ് ചോദിച്ചതും എങ്ങനെയുണ്ട് ആൾ എന്നൊക്കെ ചോദിച്ചതും അതിന് അദ്ദേഹം അത്ര അങ്ങനെ ഒരു ഈശ്വരീയ ഭാവം എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല മറുപടി പറഞ്ഞു. പക്ഷേ പിന്നീട് ഗിരീഷ് ചന്ദ്ര ഘോഷ് തൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി ഭഗവാൻ മാറുന്നതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ജീവിത ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ സഹോദരൻ്റെ മുമ്പിൽ എങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ളതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് പിന്നീട് ഗിരീഷ് ചന്ദ്ര ഘോഷിനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനിൽ അർപ്പിക്കപ്പെട്ടൊരു ജീവിതമായി മാറാനുണ്ടായതെന്ന് പിന്നീട് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണാം. അതിലും പിന്നീട് മാറ്റങ്ങൾക്ക് വിധേയനാകുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ഇതിനകത്ത് ഇത് പറഞ്ഞു വന്നപ്പോൾ ഒരു യാദൃച്ഛികത എനിക്ക് അനുഭവപ്പെട്ടത്, നമ്മളൊരു വിഷയം സംസാരിക്കുകയും അല്ലെങ്കിൽ വിഷയം വായിക്കുകയും അതിനെക്കുറിച്ച് മനനം ചെയ്യാൻ അല്ലെങ്കിൽ അത് പഠിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കും എന്തായാലും. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളത് ഈ ഭാഗം വായിക്കുകയും അത് സ്വാഭാവികമായി അത് അതിൻ്റേതായ ഒരു അർത്ഥത്തിൽ അതിങ്ങനെ മനസ്സിനെ ഒരുപാട് ഇങ്ങനെ മനസ്സിൽ അതിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു മായാതെ. ഇതുവരെ അങ്ങനെ ഒരു തോന്നൽ, അത് ഒരു തവണ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് തീരും, പിന്നെ അടുത്ത വിഷയം വരും എന്നുള്ളതാണ്. പക്ഷെ ഇതല്ല, ഇതിങ്ങനെ മനസ്സിൽ നിന്ന് പോകാത്ത വിധം എങ്ങനെയോ അതിങ്ങനെ മനസ്സിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇന്നിങ്ങനെ നമ്മൾ വീണ്ടും അതിൻ്റെ ബാക്കി ഭാഗത്തേക്കാണ് ഇന്ന് പറയാം എന്ന് ഉദ്ദേശിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത്. അത് മാതൃദേവിയുടെ ഒരു ഉപദേശമാണ്. മാതൃദേവിയുടെ ഒരു ചിത്രവും ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ പോസ്റ്റിംഗ് അതാണെന്ന് തോന്നുന്നു. മാതൃദേവിയുടെ ആ ചിത്രവും ആ പോസ്റ്റുമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നു, പ്രാക്ടീസ് മെഡിറ്റേഷൻ, ഗ്രാജുവലി യുവർ മൈൻഡ് വിൽ ബിക്കം സോ കാം ആൻഡ് സ്റ്റേബിൾ that it will not wander away even you try to. അതായത് നമ്മൾ നിരന്തരം സാധന ചെയ്താൽ മനസ്സ് ആ സാധനയുടെ ഫലമായിട്ട് കൂടുതൽ ശാന്തമായൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും സാധാരണഗതിയിൽ ഈ സാധന നമ്മൾ പരിശീലിച്ചു കൊണ്ടിരുന്നാൽ, ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ, ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആദ്യമൊക്കെ കണ്ണടയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു ധ്യാനാവസ്ഥയിൽ ഇരിക്കണമെന്ന് താല്പര്യപ്പെടുമ്പോഴോ ഒക്കെ നമ്മുടെ മനസ്സ് നമ്മുടെ അടുത്തേ ഉണ്ടാവില്ല. അതെല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഈ മനസ്സ് നമ്മിൽ തന്നെ നിലനിൽക്കണം, നമ്മുടെ ആ ചിന്തയ്ക്ക് അനുസരിച്ച് നമ്മുടെ ആ മനസ്സ് നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ച് ഉറച്ചു നിൽക്കണം എന്നുള്ളൊരാഗ്രഹം ഒരു സാധകനെ സംബന്ധിച്ച് സാധനാപക്ഷത്ത് എപ്പോഴും ഉണ്ടാകുന്നത് പതിവാണ്. പക്ഷെ മനസ്സ് ആ നിമിഷം തന്നെ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സ് പിടിവിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ അത് സഞ്ചരിക്കാൻ തുടങ്ങും.
പിന്നീട് എപ്പോഴോ ആണ് മനസ്സ് തിരിച്ചു വരുന്നത്. നമ്മളൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം ധ്യാനിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഈ ധ്യാനിക്കാനുള്ള സമയം നമ്മൾ ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ എങ്ങും അല്ലായിരുന്നു, വേറെ എവിടേക്കാണ് നമ്മുടെ മനസ്സ് പോയത്. നമ്മൾ ഉദ്ദേശിച്ച ഒരിടത്തും അല്ലെങ്കിൽ ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മനസ്സ് നിന്നതേയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ അതിനാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് അമ്മ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നമ്മൾ വിചാരിച്ചാൽ പോലും, മനസ്സിനെ വേറൊരിടത്തേക്ക് വിടണം എന്ന് വിചാരിച്ചാൽ പോലും, മനഃപൂർവ്വം നമ്മൾ വേറെ ചിന്തിക്കാൻ പോയാൽ പോലും മനസ്സ് പോവില്ല, മനസ്സ് ഇവിടെ തന്നെ ഉറച്ചു നിൽക്കും എന്ന് അമ്മ ഉപദേശിക്കുന്നതായിട്ടാണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കണ്ട ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇന്ന് അത് ഞാൻ മനസ്സിൽ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ സഹോദരനെക്കുറിച്ച് പറഞ്ഞ് നിർത്തിയെടുത്തുനിന്നാണ് തുടങ്ങേണ്ടത് എങ്കിലും പെട്ടെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ അമ്മയുമായിട്ടുള്ള ആ ബന്ധം, അമ്മയോടുള്ള ഗിരീഷ് ചന്ദ്ര ഘോഷ് എങ്ങനെയായിരുന്നു എന്ന് പെട്ടെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിനെയാണ് മനസ്സിൽ കണ്ടത്, അമ്മയുടെ ഈ പോസ്റ്റാണ് നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്റ്റഡായി പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ചു, ഗിരീഷ് ചന്ദ്ര ഘോഷും അമ്മയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ. അപ്പോൾ അതൊരു വളരെ അത്ഭുതകരമായിട്ട് തോന്നും. കാര്യം അത് ഒരു സാധകൻ എങ്ങനെയാണ് അതും ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പോലൊരാൾ. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പോലുള്ള ഒരാളുടെ മനോനിലയ്ക്ക് എങ്ങനെയാണ് ഭഗവാൻ ആ മനോനിലയെ പരിഭാഗപ്പെടുത്തിയത്. എനിക്ക് ഗിരീഷ് ചന്ദ്ര ഘോഷിനാണ് ഒരു കാവി വസ്ത്രം ദാനം ചെയ്യാനുള്ളത്. ബാക്കി വന്നത് ഒരെണ്ണം ഗിരീഷ് ചന്ദ്ര ഘോഷിന് കൊടുക്കാൻ ആണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ ഇതിനിടയ്ക്ക് ഏതോ ഭാഗത്ത് നമ്മളതും വായിക്കുകയുണ്ട്. അപ്പോൾ ഒരു സന്യസ്താവസ്ഥയിലേക്ക് ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പരിഭാഗപ്പെടുത്താൻ ഭഗവാന് കഴിഞ്ഞു. അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ബന്ധം ഒരു സന്യസ്താവസ്ഥയിലേക്ക് ഗിരീഷ് ചന്ദ്ര ഘോഷ് എത്താൻ പര്യാപ്തമായി എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടൊരു കാരണം എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കാരണം ഇതായിരിക്കാൻ തന്നെയാണ്. സന്യസ്ത ശിഷ്യന്മാരിൽ എല്ലാവരും തന്നെ ഗിരീഷ് ചന്ദ്ര ഘോഷിനേക്കാളും പ്രായം കുറഞ്ഞവരാണ്. അഭേദാനന്ദ സ്വാമി മാത്രമാണെന്ന് തോന്നുന്നു ഗിരീഷ് ചന്ദ്ര ഘോഷിനേക്കാൾ പ്രായം കൂടുതലുള്ള ഒരാൾ. ബാക്കി എല്ലാ സന്യസ്ത ശിഷ്യന്മാരും ഗിരീഷ് ചന്ദ്ര ഘോഷിനേക്കാളും ഇളയ ആളാണ് എന്നാണ്, അല്ലേ? അങ്ങനെയാണ്, അല്ല? ബാക്കി എല്ലാവരും ഇളയതാണ്, ഗിരീഷ് ചന്ദ്ര ഘോഷിനേക്കാളും പ്രായത്തിൽ താഴെയാണ്. അപ്പോൾ ആ ഒരു ഒരു ജ്യേഷ്ഠസ്ഥാനം പോലെ സന്യസ്ത ശിഷ്യന്മാർക്കിടയിൽ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഒരു പ്രാമാണ്യത്വം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഒരിക്കലും തൻ്റെ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഭഗവാനിലുള്ള ആ ഭക്തിയും സ്നേഹവും എല്ലാം തന്നെ ആ സന്യസ്ത ശിഷ്യന്മാരിലേക്കും അതേപടി, ഈ സന്യസ്ത ശിഷ്യന്മാരെല്ലാം ഭഗവാന് തുല്യമായി തന്നെയാണ് പിന്നീട് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം ഉണ്ടായിരുന്നൊരു കാലഘട്ടം നോക്കുമ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇവരെ കണ്ടതുപോലും ആ ഭഗവാനെ കാണുന്ന പോലുള്ള ഒരു സാഹചര്യത്തിലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് അമ്മയുമായിട്ടുള്ള ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഒരു ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുന്നത്, ഒരിക്കൽ ഗിരീഷ് ചന്ദ്ര ഘോഷും രണ്ടാമത്തെ ഭാര്യ, ആദ്യത്തെ ഭാര്യ മരിച്ചു പോയിട്ട് രണ്ടാമത്തെ ഭാര്യയും ഒത്ത് ഗിരീഷ് ചന്ദ്ര ഘോഷ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഒരു സായാഹ്നത്തിൽ. അപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്ക് ആ രംഗം ഓർത്തെടുക്കാൻ സാധിക്കും. കാര്യം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീടിരിക്കുന്നത് ബൽറാം ബസുവിൻ്റെ വീടിൻ്റെ നേരെയാണ്. ആ റോഡിൻ്റെ മറ്റേ എതിർവശത്താണ് ബൽറാം ബസുവിൻ്റെ ആ വലിയ കൊട്ടാരം പോലുള്ള വീട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, ആ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ്, നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീട്. അപ്പം ഇവിടെ നിന്നാൽ അവിടെ കാണാം, അടുത്തടുത്ത് കാണാം, ഏറ്റവും അടുത്താണ് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീടും ബൽറാം ബസുവിൻ്റെ വീടും നേരെയാണ്. അപ്പം ഇപ്പോൾ പോകുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, അവിടെ റോഡ് വൈഡൻ ചെയ്തു. അപ്പോൾ റോഡ് വീതി കൂട്ടിയപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ്, അതാണ് ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ അവരുടെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനത്തെ നമ്മൾ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം
അവരെ എത്രമാത്രമാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിന് വേണ്ടി ബംഗാൾ ഗവൺമെൻറ് എത്രമാത്രമാണ് ആ പ്രസ്ഥാനത്തോട് ഉള്ള ആ ആഭിമുഖ്യം എന്നുള്ളത് നമുക്ക് ഈ ഒറ്റ സംഗതിയിൽ നിന്ന് മനസ്സിലാവും. കാരണം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീട് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു വലിയ റോഡിൻ്റെ നടുക്ക് മധ്യത്തിലാണ്. അപ്പം ഈ റോഡ് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ രണ്ടായി പിരിഞ്ഞ് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ പറമ്പ് കഴിഞ്ഞാൽ ഒന്നായി പോകും. അപ്പോൾ നമുക്ക് ഒരു 6 വരി പാത അല്ലെങ്കിൽ ഒരു 4 വരി പാതയുടെ നടുവിലൊരു വീട്. കാര്യം ആ വീട് മാറ്റാൻ, ആ വീട് അവിടുന്ന് നീക്കം ചെയ്യാൻ ബംഗാൾ ഗവൺമെൻറ് തയ്യാറല്ല. അപ്പോൾ അത് അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ആ വീട് അവിടെ, ആ റോഡിൻ്റെ നടുക്കാണ് വീടിരിക്കുന്നത്. അപ്പോൾ ഈ 2 വരി പാതയാണ്. അപ്പോൾ 2 വരി പാതയുടെ ഒരു വരി വീടിൻ്റെ വലതുവശത്തൂടെയും ഒരു ഭാഗം ഇടതുവശത്തൂടെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് വീട് കഴിയുമ്പോൾ വീണ്ടും അത് ഒന്നായി പോകുന്നു. അങ്ങനെയാണ് ആ വീടിൻ്റെ കൺസ്ട്രക്ഷൻ, അല്ല ആ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ വീടിൻ്റെ അവിടെ നിന്നാൽ നമുക്ക് നേരിട്ട് ബൽറാം ബസുവിൻ്റെ വീട് കാണാം. അപ്പോൾ ഈ വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് വൈകിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷും ഭാര്യയും, രണ്ടാമത്തെ ഭാര്യയും കാറ്റുകൊള്ളാൻ അല്ലെങ്കിൽ വൈകുന്നേരം അവർ ആ മട്ടുപ്പാവിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് രണ്ടാമത്തെ ഭാര്യ ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് പറഞ്ഞു, ദേ ബൽറാം ബസുവിൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിലേക്കൊന്ന് നോക്കൂ, അവിടെ ആരാ നിൽക്കുന്നതെന്ന് നോക്കൂ എന്ന്. എന്നിട്ട് ഭാര്യ പറഞ്ഞു, മാതൃദേവി ശാരദാദേവിയാണ് ആ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് നോക്കില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി താഴോട്ട് ഇറങ്ങിപ്പോയി. കാര്യം മാതൃദേവിയെ കാണാൻ പാടില്ല. കാര്യം ഇവരാരും മാതൃദേവിയെ, ഭഗവാൻ ഉള്ളപ്പോൾ മാതൃദേവിയെ കണ്ടിട്ടില്ല. അപ്പോൾ മാതൃദേവി ഈ സന്യസ്ത ശിഷ്യന്മാരാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമികളായ ശിഷ്യന്മാരാണെങ്കിൽ ഇവരുടെ ഒന്നും മുന്നിൽ വരാറില്ല. അപ്പം ആ ഒരു രീതിയാണ് ഉള്ളത്. അത് ഈ ഭക്തന്മാർക്കും ആ നിലയിൽ തന്നെയാണ് അമ്മയെ കാണുന്നത്. അമ്മയെ സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പാടില്ല. അങ്ങനെ സ്വന്തം കണ്ണുകൊണ്ട് അമ്മയെ കാണുന്നത് പാപമാണ് എന്ന് വരെ തോന്നിയിരുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അതൊരു പാപമാണെന്ന് ഇവരുടെ ബോധമുണ്ടായിരുന്നു. അമ്മയെ കാണാൻ പാടില്ല. അപ്പോൾ ഈ ഭാര്യ ഇത് പറഞ്ഞതും ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇറങ്ങി ഒറ്റ ഓട്ടം താഴേക്ക്, അമ്മയെ കാണാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എത്ര ആ ഒരു മോമെൻറ്റിൽ നിന്ന് ആലോചിച്ചു നോക്കും. ഭഗവാന്റെ ദേഹത്യാഗം കഴിഞ്ഞിട്ടുള്ളൊരു സന്ദർഭമാണ്. അമ്മ ബൽറാം ബോസിൻ്റെ വീട്ടിൽ താമസിക്കുന്നൊരു സന്ദർഭത്തിലാണ്. അപ്പോൾ ആ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഒരു മാനസിക നിലയൊന്ന് ആലോചിക്കുമ്പോൾ എത്രമാത്രമാണ് ഭഗവാനോടുള്ള അവരുടെ ആ ഒരു ഭഗവത് ഭക്തി എത്രമാത്രമാണ് അവർ, ഏതൊക്കെ തരത്തിലാണ് അവർ ഇത്ര കാത്തു സൂക്ഷിക്കുകയാണ്. ഒരു അമ്മയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അമ്മയെ കാണുന്നത് പോലും തെറ്റാണ് എന്ന് തോന്നുന്ന തരത്തിൽ അതിനെ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് മട്ടുപ്പാവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതാണ് അമ്മയോടുള്ള ആ ഭക്തി, അഗാധമായ ഭക്തിയുടെ ആഴത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു നടപടിക്രമം ഗിരീഷ് ചന്ദ്ര ഘോഷിൽ നിന്നുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. ഗിരീഷ് ചന്ദ്ര ഘോഷാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെല്ലാം ഗിരീഷ് ചന്ദ്ര ഘോഷിനെ കുറിച്ച് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു നാടക കലാകാരനായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനോടുള്ള ഭക്തിയുടെ ആഴം ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ വ്യക്തമാക്കപ്പെടുന്നത്. ഇതൊരിക്കലും ഒരുപക്ഷെ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും അതിനകത്ത് പ്രകടമായോ അല്ലെങ്കിൽ പ്രസക്തമായോ ഒരു കാര്യമാവണമെന്നില്ല. കാരണം ഇത്തരം സ്വഭാവ രീതികൾ, ഇത്തരം ഒരു തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൻ്റെ ഈ നില, ഇതൊന്നും ആരും പറയണമെന്നില്ല. പക്ഷെ ഈ ഒരു അവസ്ഥയെ നമ്മൾ നോക്കുമ്പോൾ എത്രമാത്രമാണ്, എങ്ങനെയാണ് ഭഗവാനോടുള്ള അപ്രോച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ഗിരീഷ് ചന്ദ്ര ഘോഷ് അന്ന് ചെയ്ത പണി. എന്നിട്ട് രസം അതല്ല, അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ സംബന്ധിച്ചിടത്തോളം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഈ രണ്ടാം ഭാര്യ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അത് ആൺകുട്ടിയാണ്. അതിനു മുമ്പുള്ളത് 2 പെൺകുട്ടികളാണ്. അങ്ങനെ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ കുട്ടിയെ പ്രസവിക്കുമ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് മനസ്സിൽ തീരുമാനിച്ചിരുന്നത് ഈ ജനിച്ച ആൺകുട്ടി ശ്രീരാമകൃഷ്ണൻ്റെ ജന്മമാണ്, പുനർജന്മമാണ്.
ഇതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് മനസ്സിലാക്കിയത്. അതിന് ഗിരീഷ് ചന്ദ്ര ഘോഷ് അങ്ങനെ വിശ്വസിക്കാനൊരു കാരണമുണ്ട്. ഗിരീഷ് ചന്ദ്ര ഘോഷ് ഭഗവാനോട് ആവശ്യപ്പെട്ടതാണ്. അങ്ങ് എൻ്റെ മകനായി ജനിക്കണം എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഭഗവാനോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ ആവശ്യം ഭഗവാൻ നിറവേറ്റുമെന്നുള്ളതിൽ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഇത് ശ്രീരാമകൃഷ്ണനാണ്. അപ്പം ജനിച്ച ഉടൻ തന്നെ അത് ഭഗവാനായിട്ട് തന്നെയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് കാണുന്നത്. ഗിരീഷ് ചന്ദ്ര ഘോഷ് ഭഗവാനായിട്ട് ആ കുഞ്ഞിനെ കാണുന്നു എന്ന് മാത്രമല്ല, എല്ലാവരോടും അത് പറയുകയും ചെയ്യും, ഇത് ഭഗവാൻ തന്നെയാണ്. അപ്പം എങ്ങനെയാണോ ഭഗവാനെ നമ്മൾ ഇത്രയും നാൾ കണ്ടിരുന്നത്, എങ്ങനെയാണോ ഭഗവാനോട് നമ്മൾ പെരുമാറിയത്, അത് അതുപോലെ അങ്ങ് തുടരാം ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ. അപ്പം കുഞ്ഞിന് വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, കുഞ്ഞിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതൊന്നും വേറെ ആരും തൊടാൻ പാടില്ല, വേറെ ആരും ഉപയോഗിക്കാൻ പോലും പാടില്ല. അപ്പോൾ അത്രമാത്രം ആ കുഞ്ഞിനെ ഈശ്വരനായി കണ്ടുകൊണ്ട്, ശ്രീരാമകൃഷ്ണനായി കണ്ടുകൊണ്ടാണ് വളർത്തുന്നത്. പിന്നീട് ഉണ്ടായത്, അപ്പോൾ ഇതിനിടയിൽ ഈ കുഞ്ഞിന് ഒരു പ്രശ്നമുണ്ട്. കുഞ്ഞിന് മിണ്ടാൻ പറ്റില്ല, സംസാരിക്കാനുള്ള കഴിവില്ലാത്ത കുഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ മൂളുകയും ശബ്ദിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ഒരു മാനസിക വൈകല്യമുള്ള ഒരു കുഞ്ഞും കൂടിയാണത്. അപ്പം അങ്ങനെയും കൂടെ ആലോചിക്കണം ആ കുഞ്ഞിൻ്റെ അവസ്ഥ. ആ കുഞ്ഞ് അങ്ങനെയുള്ളൊരു കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മയെ കാണാൻ പോകാൻ നിരഞ്ജനാനന്ദ സ്വാമി ആണെന്ന് തോന്നുന്നു ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് പറയുന്നത്. അങ്ങനെ എങ്ങാണ്ടാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ അമ്മയെ കാണണം, അമ്മയെ പോയി കാണണം എന്ന് നിരഞ്ജനാനന്ദ സ്വാമിയാണ് പറഞ്ഞത് എന്ന് തോന്നുന്നു. നിരഞ്ജനാനന്ദ സ്വാമി ആയിരിക്കും അത്. അപ്പോൾ അത് പറയുന്നത്, അമ്മ ബാരാനഗറിൽ സൗരീന്ദ്ര ഠാക്കൂറിൻ്റെ വീട്ടിൽ ബാരാനഗറിൽ ആ സൗരീന്ദ്ര ഠാക്കൂറിൻ്റെ കെട്ടിടമാണ്. ആ കെട്ടിടത്തിലാണ് അമ്മ ആ സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത്, ബാരാനഗറിൽ. അപ്പോൾ അവിടേക്കാണ് ആ സന്ദർഭത്തിൽ ഭാര്യ മരിച്ച ദുഃഖത്തിലിരിക്കുകയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ്. ഈ സന്ദർഭത്തിലാണ് നിരഞ്ജനാനന്ദ സ്വാമി പറഞ്ഞത്, അമ്മയെ പോയി കണ്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞത്. അപ്പം അമ്മയെ കാണാൻ നിരഞ്ജനാനന്ദ സ്വാമി അമ്മയെ കാണാൻ പറഞ്ഞപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് അവസാനം അത് സമ്മതിക്കുകയാണ്. കാര്യം ഗിരീഷ് ചന്ദ്ര ഘോഷിന് അമ്മയെ പോയി നേരിട്ട് കാണാനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പാടില്ല എന്ന വിശ്വാസത്തിലിരിക്കുന്ന ആളാണ്. അമ്മയെ ശരീരത്തോടു കൂടി അമ്മയെ കാണാൻ പാടില്ല, ആ വിശ്വാസത്തിൽ ഗിരീഷ് ചന്ദ്ര ഘോഷിന് ഒരു മാറ്റവും അപ്പോഴും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നിരഞ്ജനാനന്ദ സ്വാമി പോയി കാണൂ എന്ന് പറയുമ്പോഴും, ഈ കുഞ്ഞിനെയും കൊണ്ട് പോകൂ എന്ന് പറയുമ്പോൾ പോലും ഗിരീഷ് ചന്ദ്ര ഘോഷിന് അതൊരു വലിയ മനപ്രയാസം ഉണ്ടാക്കിയത്. പിന്നെ കുഞ്ഞിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ 3 വയസ്സുള്ള കുഞ്ഞിനെയും കൂട്ടി ഗിരീഷ് ചന്ദ്ര ഘോഷ് അമ്മയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പം അമ്മ മുകളിലത്തെ മുറിയിലാണ് അമ്മ ഇരിക്കുന്നത്. അമ്മയുടെ മുറി സൗരീന്ദ്ര ഠാക്കൂറിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ മുറിയിലാണ്. അപ്പോൾ ആ ഗിരീഷ് ചന്ദ്ര ഘോഷ് താഴെ കോണിപ്പടിയുടെ താഴെ വന്ന് കുഞ്ഞുമായിട്ട് നിൽക്കുക. അപ്പോൾ ഈ കുഞ്ഞിനെ അമ്മയുടെ കൊടുക്കണം, അമ്മയെ കാണിക്കണം. അപ്പോൾ ഇതിന് മുമ്പ് ഈ ഭാര്യ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഈ അമ്മയുമായിട്ടുള്ളൊരു റിലേഷൻ എന്തെന്ന് വെച്ചാൽ, ഇതിനു മുമ്പും ഈ കുഞ്ഞിനെ ഭാര്യ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്, ശാരദാദേവിയുടെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ശാരദാദേവിയുടെ അടുത്ത് പോകുമ്പോൾ അമ്മ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് മടിയിൽ കിടത്തും. അങ്ങനെ മടിയിൽ കിടത്തി താലോലിക്കും ഈ കുഞ്ഞിനെ. ഇത് മനോഹരമായൊരു പെയിൻറ്റിംഗ് ആയിട്ട് ബംഗാളിലെ ഒരു ചിത്രകാരൻ ചെയ്തിട്ടുണ്ട്. മനോഹരമായ പെയിൻറ്റിങ്, അമ്മയുടെ മടിയിലൊരു കുഞ്ഞ് ഇരിക്കുന്ന പോലെ. അപ്പോൾ അത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആ കുഞ്ഞിനെ താലോലിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് അമ്മ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് കുഞ്ഞിനെ അല്ലെങ്കിലും അറിയാം, അമ്മയ്ക്ക് കുഞ്ഞിനെ വളരെ അടുത്തറിയാം. അപ്പോൾ ഏതായാലും അമ്മയെ കാണിക്കാനായിട്ട് ഇപ്പോൾ ഭാര്യയില്ല. അപ്പോൾ മറ്റേ ഭാര്യയാണോ പോയിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഭാര്യ ഇല്ലാത്തതുകൊണ്ട്
ഗിരീഷ് ചന്ദ്ര ഘോഷ് നിരഞ്ജനാനന്ദ സ്വാമി പറഞ്ഞ അനുസരിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. പക്ഷേ അമ്മയെ നേരിട്ട് കാണുക എന്നുള്ളത് ഗിരീഷ് ചന്ദ്ര ഘോഷിന് അങ്ങനെ കാണാനുള്ള ധൈര്യമില്ല. കാര്യം അതൊരു വലിയ പാപമായിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പം പടിക്കെട്ടിൻ്റെ താഴെ നിന്നുകൊണ്ട് അവിടുത്തെ ജോലി ചെയ്യുന്ന ആരോ, അല്ലെങ്കിൽ അമ്മയുടെ അവിടെ സേവനം നടത്തുന്ന ഏതോ ഒരു സ്ത്രീ, അപ്പം അവരുടെ കയ്യിലേക്ക് ഈ കുഞ്ഞിനെ കൊടുത്തിട്ട് അമ്മയെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ സംഭവിച്ചത്, പെട്ടെന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് മുകളിൽ പോകുന്നതിനിടയ്ക്ക് കുഞ്ഞ് ഉരുണ്ട് വരണ്ട അങ്ങ് വീണ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഈ പടി ഓടിക്കയറി മുകളിലേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് അങ്ങ് ഇതായിപ്പോയി. അപ്പോൾ നിരഞ്ജനാനന്ദ സ്വാമി കൂടെ ഉണ്ട്. അപ്പോൾ നിരഞ്ജനാനന്ദ സ്വാമിയാണ് കയറ്റി വിടുന്നത്. വേഗം ചെല്ലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പടി കയറി ചെല്ലുകയാണ്. അപ്പോൾ പടി കയറി ചെന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്തു. എന്നിട്ട് അപ്പോഴേക്കും അമ്മ അവിടെ വന്നു. അമ്മ പെട്ടെന്ന് മുൻവശത്തേക്ക് എത്തി. ഇപ്പം ഗിരീഷ് ചന്ദ്ര ഘോഷ് കുനിഞ്ഞിങ്ങനെ നമസ്കരിച്ച പോലെ ഈ കുനിഞ്ഞ് നിൽക്കുകയാണ്. അമ്മയുടെ പാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അമ്മയുടെ പാദമല്ലാതെ മറ്റൊന്നും ഗിരീഷ് ചന്ദ്ര ഘോഷ് കാണുന്നില്ല. മുകളിലേക്ക് മുഖം ഉയർത്താതെയാണ് നിൽക്കുന്നത്. പാദത്തിൽ മാത്രമാണ് കാണുന്നത്. നമ്മുടെ ലക്ഷ്മണൻ്റെ കൂട്ടം, ശ്രീരാമചന്ദ്രൻ്റെ കൂടെ ലക്ഷ്മണൻ സന്തത സഹചാരിയാണെങ്കിലും കാനനവാസകാലത്ത് ലക്ഷ്മണൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഈ രാമായണ മാസകാലത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. സീതാദേവിയുടെ ആഭരണങ്ങളെല്ലാം രാവണൻ കൊണ്ടുപോയപ്പോൾ ആഭരണങ്ങളെല്ലാം വഴിയെ ഇങ്ങനെ ഓരോന്നായിട്ട് എറിഞ്ഞപ്പോൾ ഇതൊക്കെ സീതയുടെ അല്ലേ എന്ന് എടുത്ത് പരിതപിക്കുന്ന ശ്രീരാമൻ്റെ മുമ്പിൽ ലക്ഷ്മണൻ പറയുന്നുണ്ട്, എനിക്ക് ഒരേ ഒരു ആഭരണം മാത്രമേ സീതാദേവിയുടെ അറിയാവൂ, അത് കാൽത്തള മാത്രമാണ്. കാര്യം സീതാദേവിയുടെ കാൽപാദം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം കാൽത്തള കണ്ടാൽ എനിക്ക് മനസ്സിലാവും എന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട്. ഇതേ മാനസികാവസ്ഥയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിന്. അപ്പം ഒരു ഭക്തൻ്റെ ഒരു മാനസികാവസ്ഥയെ ഇതിൽ പരം എങ്ങനെയാണ് നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടത്? അമ്മയുടെ കാൽപാദങ്ങളിൽ മാത്രമാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് നോക്കുന്നത്. എന്നിട്ട് ആ മകനെ കാണിച്ചു, പിന്നെ പോരുകയാണ്. പക്ഷെ ആ മകൻ ജീവിച്ചില്ല. ആ മകനും പിന്നീട് പെട്ടെന്ന് മരിച്ചുപോയി. അങ്ങനെ 2 ഭാര്യമാർ മരിക്കുന്നു, ഒരു മകൻ മരിക്കുന്നു. ഈ അവസ്ഥയിലെത്തിയ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ജീവിതം പെട്ടെന്ന് വല്ലാത്ത ഒരു വലിയ ആഘാതമായി ആ മനുഷ്യന്. അപ്പം നിയന്ത്രണം വിട്ടു. പ്രത്യേകിച്ച് മദ്യപാനം വല്ലാത്ത അവസ്ഥയിലായി. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന് ജീവിതം തന്നെ തകർന്ന നിലയിൽ പോകുന്ന അവസ്ഥയിലേക്ക് ഗിരീഷ് ചന്ദ്ര ഘോഷ് മാറുന്നുണ്ട് ഈ സന്ദർഭത്തിൽ. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് അമ്മയോടുള്ള ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഭക്തിയെക്കുറിച്ച് പറയുന്നത്, ഭഗവാൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഗൃഹസ്ഥ ഭക്തന്മാരാകട്ടെ സന്യസ്ത ശിഷ്യന്മാരാകട്ടെ ആർക്കും തന്നെ അമ്മയെ മനസ്സിലാക്കാനേ കഴിഞ്ഞിട്ടില്ല എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നുണ്ട്. അമ്മയെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞിട്ട് അപ്പോൾ ഇത് പിന്നീട് ഇതിനകത്ത് ഒരു ഭഗവാന്റെ ആ അവതാരത്തെ, ഗിരീഷ് ചന്ദ്ര ഘോഷാണ് ഭഗവാൻ അവതാരമാണ് എന്നും പൂർണ്ണരൂപത്തിൽ ഭഗവാൻ അവതാരമാണ് എന്നും സമൂഹത്തോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. അപ്പം ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ പിന്നീട് ഈ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ ഓർത്തെടുക്കുന്നതാണ്, പിന്നീട് പറയുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്കാർക്കും അമ്മയെ മനസ്സിലാക്കാൻ കഴിയാതെ ഭഗവാൻ ഈശ്വരനാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചപ്പോൾ എന്തുകൊണ്ട് അമ്മയിൽ ആ ഈശ്വര സാന്നിധ്യത്തെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് ഒരു കുറ്റബോധത്തെക്കുറിച്ച് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നു. അതിന് പറഞ്ഞത്, ലക്ഷ്മിയില്ലാതെ നാരായണനില്ല എന്ന് അറിയേണ്ടതല്ലേ ഞങ്ങൾ? രാധയില്ലാത്ത കൃഷ്ണനില്ല എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതല്ലേ? സീതയില്ലാത്ത ശ്രീരാമൻ ഇല്ല എന്ന് ഞങ്ങൾ അറിയേണ്ടതല്ലേ? അത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് പറയുന്നത്. ശാരദയില്ലാതെ ശ്രീരാമകൃഷ്ണനില്ല. അപ്പോൾ ആ അവസ്ഥയാണുള്ളത്. അപ്പോൾ
ഭഗവാനോടൊപ്പം തന്നെയാണ് അമ്മയും എല്ലാ അവതാരകാലത്തും അമ്മ കൂടെ ഉണ്ട്. ഈ പറഞ്ഞ രൂപത്തിലെല്ലാം രാധയായിട്ടും രുക്മിണിയായിട്ടും സീതയായിട്ടും ലക്ഷ്മിയായിട്ടും എല്ലാം കൂടെ എല്ലാ അവതാര കാലഘട്ടത്തിലും ഉണ്ട്. ഇത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നത്. പക്ഷേ സംഭവിച്ചതോ, ഒരു സാധാരണ സ്ത്രീ ഇതുപോലെ ഭഗവാനെ അവതാരം എന്ന് കാണുന്നു എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഈ മന്ദബുദ്ധിയിൽ തോന്നേണ്ടതല്ലേ, ഒരു അവതാര പുരുഷനോടൊപ്പം ഒരു സാധാരണ സ്ത്രീ ആയിരിക്കില്ല ഉണ്ടാകുക എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധമെങ്കിലും ഞങ്ങൾക്കുണ്ടാകണ്ടേ എന്ന് ഇത് നിരഞ്ജനാൻ സ്വാമിയായിട്ടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പല സന്ദർഭത്തിൽ. അപ്പോൾ ഈ തരത്തിൽ അമ്മ ഒരു പ്രപഞ്ചത്തിൻ്റെ മാതാവാണ് എന്ന ബോധം പിന്നീടാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായത് എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിന് ഈ ദുഃഖത്തിൽ നിന്നെല്ലാം കരകയറാനായിട്ട് അമ്മയെ മാത്രം ശരണം പ്രാപിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ജയറാം ബാട്ടിയിലേക്ക് പോകണം എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിന് ഒരു ആഗ്രഹമുണ്ടാകും. അമ്മയെ കാണാനായിട്ട് ജയറാം ബാട്ടിയിലേക്ക് പോകണം, അപ്പം ജയറാം ബാട്ടി സന്ദർശിക്കണം എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിന് തോന്നുന്നത്, അങ്ങനൊരു ആഗ്രഹം തോന്നുന്നത്. പക്ഷേ ആ ഒരു ആഗ്രഹം നോക്കി, ഇവർ അയൽക്കാരാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ബൽറാം ബോസും ഗിരീഷ് ചന്ദ്ര ഘോഷും അയൽവാസികളാണ്. ഇപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ജയറാം ബാട്ടിയിൽ, അന്ന് അമ്മ ജയറാം ബാട്ടിയിലുണ്ട്, അപ്പോൾ ജയറാം ബാട്ടിയിൽ പോയി അമ്മയെ കാണണം എന്നൊരാഗ്രഹം ഗിരീഷ് ചന്ദ്ര ഘോഷ് പ്രകടിപ്പിച്ചപ്പോൾ അത് പോകരുത് എന്ന് പറഞ്ഞത് ബൽറാം ബോസ്. അമ്മയെ കാണാനായിട്ട് നീ പോകരുത് എന്ന് പറഞ്ഞത് ബൽറാം ബോസാണ്. ബൽറാം ബോസ് അത് പറയാനുള്ളൊരു കാരണം, ലൗകികമായ നമ്മുടെ താല്പര്യങ്ങളെ വെച്ചുകൊണ്ട് അമ്മയെ പോയി ശല്യപ്പെടുത്തരുത്, അങ്ങനെ അമ്മയെ സമീപിക്കരുത്. ലൗകികമായ നമ്മുടെ താല്പര്യങ്ങളെയോ നമ്മുടെ ദുഃഖങ്ങളെയോ നമ്മുടെ പ്രശ്നങ്ങളെയോ മുന്നിൽ കണ്ടുകൊണ്ട് മാതൃദേവിയെ പോയി നേരിട്ട് കണ്ട് ശല്യപ്പെടുത്തരുത് എന്ന് ബൽറാം ബോസാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് പറയുന്നത്. അതുകൊണ്ടാണ് പോവരുത് എന്ന് ബൽറാം ബോസ് പറഞ്ഞത്. അപ്പോൾ ബൽറാം ബോസ് ഇതിങ്ങനെ ഈ തരത്തിൽ പറഞ്ഞപ്പോൾ പിന്നീട് വേറെ നിർവാഹമില്ല. പിന്നെ അടുത്ത് സമീപിക്കാവുന്ന ഒരാൾ സ്വാമിജിയാണ്. വിവേകാനന്ദ സ്വാമിയോട് ചോദിക്കാം പോകാനുള്ളൊരു അനുഭവം. ഗിരീഷ് ചന്ദ്ര ഘോഷിന് പോകണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ വിവേകാനന്ദ സ്വാമിയോട് ചോദിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ വിവേകാനന്ദ സ്വാമിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞു പോയി അമ്മയെ കാണുമെന്ന് തന്നെ പറഞ്ഞു. വിവേകാനന്ദ സ്വാമി സമ്മതിച്ചു, പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ആണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അമ്മയെ കാണാനായിട്ട് പോകുന്നത് ജയറാം ബാട്ടി. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് അവിടെ ചെന്ന അമ്മയോട് ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അമ്മ എൻ്റെ യഥാർത്ഥ അമ്മയാണോ അതോ വളർത്തമ്മയാണോ? ഇതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ചോദിച്ചത്. അമ്മ എൻ്റെ യഥാർത്ഥ അമ്മയാണോ അതോ വളർത്തമ്മയാണോ എന്നാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ചോദിച്ചത്. അപ്പോൾ ശാരദാദേവി അതിന് പറഞ്ഞ മറുപടി, മോനെ ഞാൻ നിൻ്റെ യഥാർത്ഥ അമ്മ തന്നെയാണ് എന്നാണ് ശാരദാദേവി പറഞ്ഞത്. വളരെ ഗിരീഷ് ചന്ദ്ര ഘോഷിന് അദ്ദേഹത്തിൻ്റെ അവസ്ഥയും ആ സാഹചര്യത്തെയും വെച്ചുകൊണ്ടുകൂടെയാണ് ആ ചോദ്യത്തിനും ആ ഉത്തരത്തിൻ്റെയും പ്രസക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ ആ ആശ്വാസം, അമ്മ അത് പറഞ്ഞപ്പോൾ ഉണ്ടായ ആശ്വാസം, അത് എത്രമാത്രമാണ് ആ ജീവിതത്തെ സഹായിച്ചത് എന്നുള്ളതാണ്. ഏതാണ്ട് ജീവിതത്തിൻ്റെയൊക്കെ അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷിന്. പിന്നീട് എപ്പോഴൊക്കെ കാണുന്നുവോ അപ്പോഴൊക്കെ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഗിരീഷ് ചന്ദ്ര ഘോഷ് എങ്ങനെയായിരിക്കും പെരുമാറുക, ഒരു വല്ലാത്ത തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ്. പക്ഷെ അമ്മയെ പിന്നെ കാണുമ്പോഴെല്ലാം ഗിരീഷ് ചന്ദ്ര ഘോഷ് കൊച്ചു കുഞ്ഞിനെ പോലെ ആയിത്തീരും. തൻ്റെ ആ ഒരു സ്വതവേ ഉള്ള ആ ഘടനയോ ആ രീതികളോ എല്ലാം വിട്ടിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്
അമ്മയുടെ മുമ്പിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് പിന്നീട് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഈ സന്യസ്ത ശിഷ്യന്മാർ എല്ലാവരേക്കാളും മുതിർന്ന ആളാണ് അദ്വൈതാനന്ദ സ്വാമി. ഞാൻ അഭേദാനന്ദ എന്നാണ് നേരത്തെ പറഞ്ഞത്, അങ്ങനെയല്ല, അദ്വൈതാനന്ദ സ്വാമിയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിനേക്കാളും മുതിർന്ന ആൾ. അദ്വൈതാനന്ദ സ്വാമിയാണ്. ബാക്കി എല്ലാവരും ഗിരീഷ് ചന്ദ്ര ഘോഷിനേക്കാളും എല്ലാം വളരെ പ്രായത്തിൽ വളരെ താഴെയാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് കണ്ട് ബഹുമാനിക്കുന്നവരാണ് ബാക്കി എല്ലാവരും തന്നെ. അപ്പോൾ അവരുമായിട്ടൊക്കെ എപ്പോഴും ഈ അങ്ങനെ പ്രായത്തിൽ ഇവരെല്ലാം കുറവാണ് എന്നുള്ളത് കൊണ്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിന് ഇവരോടുള്ള ആ മനോഭാവം, ഇവരെല്ലാം ഭഗവാന്റെ പ്രതിരൂപങ്ങളാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇവരെ കാണുന്നത്. അപ്പം അത്രയും ഭക്തിയും സ്നേഹവും ആദരവും ഈ സന്യസ്ത ശിഷ്യന്മാരോടെല്ലാം ഗിരീഷ് ചന്ദ്ര ഘോഷ് വെച്ച് പുലർത്തും. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇവരെ എല്ലാം കണ്ടുമുട്ടുമ്പോൾ എപ്പോഴും തർക്കങ്ങളുണ്ടാകും. ഗിരീഷ് ചന്ദ്ര ഘോഷിന് എപ്പോഴും തർക്കങ്ങൾക്ക് ഒരു വഴിവെക്കുന്ന ആളാണ്. ഈ തർക്കം എന്തെന്ന് വെച്ചാൽ ഈശ്വരനോടുള്ള മനോഭാവത്തെ വെച്ചുകൊണ്ടാണ് ഈ തർക്കങ്ങൾ ഉടലെടുക്കുന്നത്. കാരണം ഗിരീഷ് ചന്ദ്ര ഘോഷ് വിശ്വസിക്കുന്ന ഒരു തലവും സന്യസ്ത ശിഷ്യന്മാരുടെ ശൈലിയും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധന, ധ്യാനം, ഇത്തരം കാര്യങ്ങളിലൊന്നും ഗിരീഷ് ചന്ദ്ര ഘോഷിന് ഒരു താല്പര്യമില്ല. ഇതുകൊണ്ടൊന്നുമല്ല ഈശ്വരനെ സാക്ഷാത്കരിക്കേണ്ടത് എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷിനെ സംബന്ധിച്ച് വിശ്വാസം മാത്രമാണ് പ്രധാനം. വിശ്വാസം എന്നുള്ളൊരു വാക്കിൽ മാത്രമാണ്. അതുകൊണ്ടാണ് തൻ്റെ ഒസ്യത്ത് ഭഗവാൻ എഴുതി കൊടുക്കുന്നു പറഞ്ഞത്. കാര്യം ഭഗവാനെ ചോദിച്ചു വാങ്ങിയത്. കാര്യം എനിക്ക് എപ്പോഴും ഭഗവാനെ ധ്യാനിക്കാനുള്ള സമയമൊന്നുമില്ല എന്ന് ശ്രീരാമകൃഷ്ണദേവനോട് തന്നെ, ഏത് സമയത്തും എനിക്ക് ധ്യാനിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് മദ്യപിക്കുന്ന സമയത്ത് എന്നെ മനസ്സിൽ കരുതുമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു നിർവാഹവും ഇല്ല, എനിക്കൊരിക്കലും അത് സാധ്യമാകില്ല. എന്താ പിന്നെ മുക്തിയാർ എഴുതി മേടിച്ചിട്ടാണ് ഭഗവാൻ വിടുന്നത്. അപ്പോഴാണല്ലോ, അതുകൊണ്ടാണല്ലോ പിന്നീട് മദ്യം കയ്യിലെടുക്കുമ്പോഴൊക്കെ അത് ഭഗവാനാണെന്ന് തോന്നുന്നത്. പിന്നീട് ഓരോ ഘട്ടത്തിലും എല്ലാത്തിലും ഭഗവാനാണെന്നുള്ള തോന്നലുകൾ ഉണ്ടാകാൻ തുടങ്ങി. അതാണ് ആ മുക്തിയാർ എഴുതി മേടിക്കുമ്പോൾ അങ്ങനെ ഞാൻ മനസ്സാൽ അത് തയ്യാറായി കഴിഞ്ഞതോടുകൂടി ഗിരീഷ് ചന്ദ്ര ഘോഷിനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും ഭഗവത് ചിന്ത മാത്രമാകുക. കാര്യം കാണുന്നതെല്ലാം ഭഗവാനാണെന്നുള്ള തോന്നലിലേക്ക് ഗിരീഷ് ചന്ദ്ര ഘോഷ് പരിണാമപ്പെടുകയാണ്. അത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ സ്വതവേ ഉണ്ടായ ഒരു ബോധതലത്തിൽ നിന്നല്ല, അത് ഭഗവാനോടുള്ള ആ ഭക്തിയും സ്നേഹവും ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ആ നിലയ്ക്ക് എത്തിച്ചു. അതുകൊണ്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നത് വിശ്വാസമാണ് പ്രധാനം, അല്ലാതെ ധ്യാനമോ മറ്റു തരത്തിലുള്ള ഇതൊന്നും അല്ല ഈശ്വര സാക്ഷാത്കാരത്തിന്. പ്രത്യേകിച്ച് സന്യസ്ത ശിഷ്യന്മാരെല്ലാം ധ്യാനിക്കുകയും അവർ ആ തരത്തിലുള്ള സാധന രീതികളൊക്കെ അനുഷ്ഠിക്കുന്നതൊക്കെ എപ്പോഴും കാണാം. അതിനോടൊക്കെ എതിർപ്പായിരുന്നു ഗിരീഷ് ചന്ദ്ര ഘോഷ്. അതുകൊണ്ട് തന്നെ ഈ സന്യസ്ത ശിഷ്യന്മാരും ഗിരീഷ് ചന്ദ്ര ഘോഷും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴൊക്കെ തർക്കമുണ്ടാകും. പ്രത്യേകിച്ച് ഗിരീഷ് ചന്ദ്ര ഘോഷിനെ പ്രൊവോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് സന്യസ്ത ശിഷ്യന്മാർക്ക് വലിയൊരു രസകരമായൊരു കാര്യമായിരുന്നു. ഒരിക്കൽ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ കണ്ടപ്പോൾ, ഇവരുടെ മുമ്പിൽ വന്ന് ചാടിയപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് ഈ സന്യസ്ത ശിഷ്യന്മാരൊന്ന് പ്രൊവോക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഗിരീഷ് ചന്ദ്ര ഘോഷിനെ. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഒരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ നാടകത്തിലെ അദ്ദേഹം എടുക്കുന്ന റോള് വില്ലൻ്റെതായിരിക്കും. പ്രത്യേകിച്ച് ആ ശരീരപ്രകൃതി കൊണ്ട് സാത്വിക ഗുണമുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനേ പറ്റില്ല. അപ്പോൾ എപ്പോഴും വില്ലൻ കഥാപാത്രങ്ങളെയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അവതരിപ്പിക്കുക. അങ്ങനെ അതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിന് ഇഷ്ടമുള്ളത്. സ്വന്തം നാടകങ്ങളിലെ എല്ലാം തന്നെ വില്ലൻ വേഷം ഗിരീഷ് ചന്ദ്ര ഘോഷാണ് ചെയ്യുക. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് സന്യസ്ത ശിഷ്യന്മാർ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ഒന്ന് പ്രൊവോക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ റോൾ, നിങ്ങളാണല്ലോ നാടകം എഴുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെ, അപ്പോൾ നിങ്ങളുടെ റോൾ എഴുതിയിരിക്കുന്നത് ആ കഥാപാത്രത്തോടുള്ള നീതീകരണമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള അത്യാഗ്രഹങ്ങളെയും വ്യാമോഹങ്ങളെയും, വ്യാമോഹമല്ല, ഡിസയർ എന്ന് പറയുന്ന ഒരവസ്ഥ, അതിനെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങളുടെ കഥാപാത്രത്തിനെ മോൾഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ചിന്തകളാണ് നിങ്ങളുടെ കഥാപാത്രം. അതാണ് നിങ്ങൾ ഈ വില്ലൻ കഥാപാത്രത്തെ മികച്ചതാക്കിക്കൊണ്ട് നാടകത്തിലെ പ്രധാന കഥാപാത്രത്തെക്കാളും മികച്ച രീതിയിൽ വില്ലൻ കഥാപാത്രത്തെ നിങ്ങൾ എഴുതി തയ്യാറാക്കി, നിങ്ങൾ തന്നെയാണല്ലോ എഴുതി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളും നിങ്ങളുടെ അത്യാഗ്രഹങ്ങളും നിങ്ങളുടെ മോഹങ്ങളും എല്ലാം തന്നെയാണ് ആ കഥാപാത്രത്തിൽ സമന്വയിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അവതരിപ്പിച്ചിട്ട് നാടകത്തിൽ കൂടെ നിങ്ങളിതെല്ലാം പറയുന്നു എന്ന് പറയും. എന്നിട്ട് പുറത്ത് വന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താണ്? ഞാൻ ശ്രീരാമകൃഷ്ണൻ്റെ സന്ദേശങ്ങളെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ഇതെന്തൊരു വൈരുദ്ധ്യം എന്നും പറഞ്ഞ് അങ്ങോട്ട് പ്രൊവോക്കേറ്റ് ചെയ്തു. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇത് കേൾക്കുമ്പോൾ ചൂടാവേണ്ടതാണ്, ദേഷ്യപ്പെടേണ്ടതാണ്. പക്ഷേ അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഈ സന്ദർഭത്തിൽ വളരെ ശാന്തനായിട്ടാണ് കാണപ്പെട്ടത്. എന്നിട്ട് വളരെ ശാന്തമായിട്ട് ഈ സന്യസ്ത ശിഷ്യന്മാരോട് ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞു, ഭഗവാൻ വീണ്ടും വരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഭഗവാൻ വീണ്ടും വരുമ്പോൾ ഞാൻ പറയും, ഞാൻ വില്ലൻ വേഷം ഇനി ചെയ്യില്ല എന്ന് ഭഗവാനോട് പറയും. അപ്പോൾ സന്യസ്ത ശിഷ്യന്മാർ ചോദിച്ചു, അതെന്തിനാണ് ഭഗവാനോട് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ചെയ്യാതിരുന്നാൽ പോരെ. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞു, ഞാനല്ല ചെയ്യുന്നത്, ഭഗവാൻ എന്നെ വില്ലൻ വേഷം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, നോക്കൂ, നിങ്ങൾ ഈ വേഷം ചെയ്യുന്നതും ഞാൻ ഈ വേഷം ചെയ്യുന്നതും നമ്മളെല്ലാം ഈ വേഷം ചെയ്യുന്നതും ഭഗവാനോടൊപ്പം നമ്മളെല്ലാം ഓരോ വേഷം ചെയ്തതും അത് ഭഗവാൻ തീരുമാനിച്ചതാണ്, അല്ലാതെ നിങ്ങളോ ഞാനോ തീരുമാനിച്ചതല്ല. അപ്പോൾ എനിക്കിനി വില്ലൻ വേഷം വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഭഗവാനോട് പറയും, ഭഗവാനെ ഇനി വരുമ്പോൾ ഭഗവാനോട് ഞാൻ പറയും, ഭഗവാനെ എനിക്കിനി വില്ലൻ വേഷം തരരുതേ, മറിച്ച് ഈ വില്ലൻ വേഷം ഇവർക്കൊക്കെ കൊടുക്കണേ എന്ന് ഞാൻ പറയും. അതാണ് ഭഗവാൻ. അപ്പോൾ നിങ്ങൾ വില്ലന്മാരാകും, ഉറപ്പാണ്. ആലോചിക്കുക, ഭഗവാനോടുള്ള വിശ്വാസം. ഈ സന്യസ്ത ശിഷ്യന്മാരെ മുഴുവൻ വില്ലന്മാരാക്കും ഞാൻ എന്ന് പറഞ്ഞു. അതോടുകൂടി അവർ വല്ലാതായിപ്പോയി. അപ്പോൾ അങ്ങനെയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അവരുമായിട്ട് തർക്കിച്ചത്. അപ്പോൾ ഈ ആത്മീയ ജീവിതത്തിൽ എന്നിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കുന്ന ഇങ്ങനെ, ആത്മീയ ജീവിതത്തിൽ 2 വഴികൾ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കൂ. 2 വഴി. ഒന്നെന്താണ്? ആദ്യം വേണ്ടത് പ്രാഥമികമായ വിശ്വാസം, അതാണ് ആദ്യത്തേത്. രണ്ടാമത്തതോ പൂർണ്ണ വിശ്വാസം. ഇതാണ് ഏക മാർഗം. എത്ര സിമ്പിളായിട്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇത് പറയുന്നത്. ആദ്യം വേണ്ടത് പ്രാഥമികമായ ഒരു വിശ്വാസം, അത് ഭഗവാനാണ് എന്നുള്ള വിശ്വാസം. രണ്ടാമതോ പൂർണ്ണ വിശ്വാസം. അപ്പോൾ ഇതാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ജീവിതത്തിൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് പുലർത്തിയിരുന്ന ഭഗവാന്റെ ആ സ്നേഹവും പരിലാളനയും കൊണ്ട് പരിഭാഗപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എത്ര ആഴത്തിലാണ് ഭഗവാനെ ഉൾക്കൊണ്ടിരുന്നതെന്ന് ഈ ഒറ്റ വാചകത്തിൽ നിന്നും ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ധ്യാനവും തപസ്സും മറ്റുള്ള ഉയർന്ന ശിഷ്യന്മാർ നടത്തുന്നത്, തപസ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അവർ ധ്യാനത്തിന് പോകുന്നു എന്നൊക്കെ മറ്റുള്ള ഉയർന്ന തലത്തിലുള്ള സന്യസ്ത ശിഷ്യന്മാർ, ഭഗവാന്റെ സന്യസ്ത ശിഷ്യന്മാർ എപ്പോഴും പറയും, ഞങ്ങൾ ധ്യാനത്തിന് പോകുന്നു അല്ലെങ്കിൽ മറ്റുള്ള ഇത് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഒരു ചിന്താക്കുഴപ്പത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇവർ വീണ്ടും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ചിന്താക്കുഴപ്പമായി. ആത്മീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗിരീഷ് ചന്ദ്ര ഘോഷിന് വല്ലാത്തൊരു അദ്ദേഹം സ്വയം തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ വഴിയും ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വഴി മാത്രമാണോ ശരി എന്നുള്ള തരത്തിൽ ഗിരീഷ് ചന്ദ്ര ഘോഷിന് ഒരു വല്ലാത്ത ഡെലിമയിലേക്ക് എത്തുന്നുണ്ട് ഈ സന്ദർഭത്തിൽ. അപ്പോൾ എങ്കിലും അദ്ദേഹം ഉറച്ചു നിന്നത് ഭഗവാനോടുള്ള സ്നേഹവും വിശ്വാസവും മാത്രം മതി. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഗിരീഷ് ചന്ദ്ര ഘോഷ് അത് പുലർത്തിയിരുന്നത്. അത് സ്വന്തം ഉണ്ടായ മകനെപ്പോലും അത് ഭഗവാന്റെ ജന്മമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വന്ന ആ ഘട്ടം മുതൽ അതാണ് അതിലൂടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഈ ഒരു പരിണാമം വന്നത് അതുൽ ചന്ദ്ര ഘോഷിൻ്റെ ഭാഗം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞപ്പോൾ
അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഗിരീഷ് ചന്ദ്ര ഘോഷിലുണ്ടായ, അല്ലെങ്കിൽ എങ്ങനെ മാറി ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്നുള്ളത് എൻ്റെ ചില ഭാഗങ്ങൾ കണ്ടപ്പോൾ അത് ഒന്ന് പറയണമെന്ന് തോന്നി. കാര്യം നേരത്തെ പറഞ്ഞ ആറാം ഭാഗം, ലീലാപ്രസംഗത്തിൻ്റെ ആറാം ഭാഗത്തിൽ വരുന്നതല്ല ഇത്. പക്ഷെ ആറാം ഭാഗത്തിൽ വരുന്ന അതുൽ ചന്ദ്ര ഘോഷിൻ്റെ ഭാഗത്തോട് കണക്റ്റഡാണ് ഈ ഭാഗം. ഇത് അല്ലാതെ വന്നിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതിനോട് കുറച്ചുകൂടെ കണക്റ്റഡാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ആറാം ഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞത്. ആറാം ഭാഗത്തിൽ കഴിഞ്ഞ തവണ ഈ അതുൽ ചന്ദ്ര ഘോഷിനോടൊപ്പം നമ്മൾ പറയാം എന്നുദ്ദേശിക്കുന്നത് കിഷോരി മോഹൻ റോയിയെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ ആറാം ഭാഗത്തിൽ കിഷോരി റോയ് മോഹൻ റോയിൽ നിന്നും കുറേ വിവരങ്ങൾ ശാരദാനന്ദ സ്വാമികൾ കളക്ട് ചെയ്തിട്ട് തൻ്റെ ഡയറികളിൽ കുറിച്ചിട്ടിരുന്നു കിഷോരി മോഹൻ റോയിയെക്കുറിച്ച്. അപ്പോൾ കിഷോരി മോഹൻ റോയിയുടെ ഒരു ഭാഗം എഴുതാൻ കാരണം, അതായത് നമ്മൾ ആരിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഭാഗം ശാരദാനന്ദ സ്വാമികൾ ആ ഭാഗം എഴുതുമ്പോഴാണ് ഈ കിഷോരി മോഹൻ റോയിൽ നിന്നുള്ള വിവരം കൂടെ ശേഖരിച്ചത്, അത് ഉൾപ്പെടുത്തിയത്. അതായത് നമ്മൾ ഈ മന്ത്രദീക്ഷ ആരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ കിഷോരി അതിൻ്റെ ഒരു പ്രധാന കാരണം, സുരേന്ദ്രനാഥ മിത്രയുടെ ഭാര്യ മറ്റൊരു അവരുടെ കുടുംബപരമായ ഒരു സന്യാസിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്നാണ് മന്ത്രദീക്ഷ സ്വീകരിച്ചത്. അപ്പോൾ സുരേന്ദ്രനാഥ മിത്രയോട് സുരേന്ദ്രനാഥ മിത്ര ഭഗവാന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ഭാര്യ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നത് അവരുടെ കുടുംബത്തിലുള്ള ഒരു ഗുരുവിൽ നിന്നാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ പറഞ്ഞു, അതിന് തരക്കേടില്ല, കാര്യം അവർ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നില്ലേ, അതിനല്ലേ പ്രാധാന്യം, ആരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതല്ല. മന്ത്രദീക്ഷ സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ലേ എന്ന് ഉള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഭഗവാൻ മുൻപ് സുരേന്ദ്രനാഥ മിത്രയോട് പറഞ്ഞ ഒരു സന്ദർഭം കൂടെ ഉണ്ട്. അപ്പം അതങ്ങനെ പറയാനുള്ളൊരു കാരണം, ഏതാണ്ട് കിഷോരി മോഹൻ റോയിയുടെ ഭാര്യയും സമാനമായ അവസ്ഥയിലാണ് ഉള്ളവരാണ്. ഈ സുരേന്ദ്രനാഥ് മിത്രയുടെ ഭാര്യയെ പോലെയാണ്. കാര്യം സുരേന്ദ്രനാഥ മിത്രയുടെ ഭാര്യ പലപ്പോഴും വളരെ രോഷാകുലയാകുന്നുണ്ട്. കാരണം സുരേന്ദ്രനാഥ മിത്ര ദക്ഷിണേശ്വരത്ത് വരികയോ ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ അവിടെ തങ്ങിയെന്ന് വരും, തിരിച്ച് വീട്ടിൽ ചെല്ലുന്നില്ല സമയത്ത്. അപ്പോൾ തിരിച്ച് വീട്ടിൽ ചെല്ലാത്തത് കൊണ്ട് അവർ വളരെ രോഷാകുലയാകുകയും അവരാളെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് സുരേന്ദ്രനാഥ മിത്രയോട് വീട്ടിൽ പോകാൻ പറയുന്നതൊക്കെ. അപ്പോൾ ഏതാണ്ട് സമാന അവസ്ഥയിലുള്ള ഒരാളാണ് കിഷോരി മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു പ്രശ്നമാണ്, ഈ ഭാര്യ മറ്റൊരു ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിക്കാൻ തീരുമാനിച്ചതോടുകൂടി കിഷോരി മോഹൻ റോയ്ക്ക് വല്ലാത്ത ആകുലതയായി. കാര്യം അദ്ദേഹം ഭഗവാനിൽ അർപ്പിച്ച് പോകുന്ന ഒരു ഗൃഹസ്ഥ ഭക്തനാണ്. അപ്പോൾ തൻ്റെ ഭാര്യ ഇത് മറ്റൊരു ഗുരുവിൽ നിന്ന് ഇത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ അപ്പോഴാണ് ഒരു ദിവസം അപ്പോൾ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ കൂടെയല്ല അപ്പോൾ താമസിക്കുന്നത്, ഭാര്യ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. എന്തോ കാരണം കൊണ്ട് അച്ഛൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ അവിടെ വെച്ചാണ് സ്വന്തം ഭാര്യ അവരുടെ അമ്മയും ഒത്ത് ഈ അവരുടെ കുടുംബത്തിലുള്ള ഒരു ഗുരുവിനെ കണ്ട് മന്ത്രദീക്ഷ സ്വീകരിക്കാൻ പോകുന്നുവെന്ന് കത്തെഴുതിയതാണ്. അപ്പോൾ കിഷോരി മോഹൻ റോയ് ഇത് കണ്ടിട്ട് ഈ സങ്കടം വന്നിട്ട് ഈ കത്തും എടുത്തുകൊണ്ട് നേരെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കത്തും എടുത്തുകൊണ്ട് വന്ന് ശ്രീരാമകൃഷ്ണദേവനെ കണ്ടിത് പറയണമെന്ന് വരുന്നത് കാശിപ്പൂരിലെ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ആറാം ഭാഗം എന്ന് പറയുന്നത് കാശിപ്പൂരിലെ ശ്രീരാമകൃഷ്ണൻ എന്നുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളിൽ ഉള്ള ചിലതാണ് ശാരദാനന്ദ സ്വാമികൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ അവിടുത്തെ ഒന്നാണ് ഈ കിഷോരി മോഹൻ റോയ് ഭാര്യയുടെ കത്തുമായിട്ട് കാശിപ്പൂരിൽ ഭഗവാനെ കാണാനായിട്ട് വരുന്നത്. പക്ഷെ ആ വന്ന സന്ദർഭത്തിലുണ്ടായിരുന്ന കുഴപ്പം, ഈ ഭഗവാനെ കാണാൻ പലരും വരുന്നതിൻ്റെ പേരിൽ നമ്മുടെ സന്യസ്ത ശിഷ്യന്മാരെല്ലാം അന്തരംഗ ശിഷ്യന്മാരെല്ലാം കൂടെ ഒരു തീരുമാനമെടുത്തിരുന്നു, ഭഗവാന്റെ മുറിയിൽ കാവലേർപ്പെടുത്തും. അപ്പം നിരഞ്ജനാനന്ദയാണ് കാവലേർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിരഞ്ജനാനന്ദയുടെ അനുവാദമില്ലാതെ ആർക്കും അകത്തോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് കിഷോരി ഈ കത്തുമായിട്ട് വരുന്നത്. അപ്പം നിരഞ്ജനാനന്ദയുടെ അടുത്ത് നിന്ന് അനുവാദം കിട്ടിയിട്ട് ഭഗവാനെ കാണൽ നടക്കില്ല. അപ്പം പിന്നെ ചെയ്യാവുന്ന എല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും നല്ല ഉപായം എന്ന് പറയുന്നത് നരേന്ദ്രനെ സമീപിക്കുക എന്നുള്ളതാണ്.
അങ്ങനെ നരേന്ദ്രൻ്റെ അടുത്ത് ചെല്ലും. നരേന്ദ്രനോട് ചെന്നിട്ട് കിഷോരി പറയുന്നു, ഈ കത്ത് ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്, ഭാര്യയുടെ ആണ്, അപ്പോൾ അവർ വേറൊരു മന്ത്രദീക്ഷ സ്വീകരിക്കാൻ പോകുന്നു, അതുകൊണ്ട് എനിക്ക് ഭഗവാനെ കണ്ട് ഈ കാര്യം ഒന്ന് ചോദിക്കണം. അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, മുകളിലോട്ട് ചെല്ലുന്നു. അതെങ്ങനെ മോളിൽ പോവും, നിരഞ്ജന അവിടെ നിൽപ്പുണ്ട്, എന്നെ അങ്ങോട്ട് കേട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം നരേന്ദ്രൻ കിഷോരിയെ കൈക്ക് പിടിച്ചുകൊണ്ട് പടിയുടെ മുകളിൽ ചെന്നിട്ട് ഈ കിഷോരിയെ തള്ളി അങ്ങോട്ട് വിട്ടു. അപ്പോൾ നിരഞ്ജന് തടയാൻ പറ്റില്ല. കിഷോരിയെ ഈ പടിയിൽ നിന്ന് തള്ളി മുകളിലോട്ട് അങ്ങ് വിട്ടു. എന്നിട്ട് കിഷോരി അങ്ങ് മുകളിൽ ചെന്നു, ഭഗവാന്റെ മുമ്പിൽ ചെന്നു. എന്നിട്ട് അവിടെ ചെന്ന് കിഷോരി ഭഗവാനെ നേരിട്ട് കണ്ടു. എന്നിട്ട് അപ്പോൾ ഏതാണ്ട് ഒരു 3 മണി സമയമാണത്, ഉച്ചയ്ക്ക് ഒരു 3 മണി സമയം. അപ്പോൾ അന്നത്തെ ദിവസം ഭഗവാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും ഭക്ഷണം കഴിക്കാതിരിക്കുന്നൊരു സന്ദർഭമാണ്. അപ്പോൾ കിഷോരി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒന്നും കഴിക്കാത്ത ഒരു സന്ദർഭമായിരുന്നതുകൊണ്ട് അപ്പോൾ ഭഗവാന് ക്ഷീണമുണ്ടല്ലോ എന്ന് കിഷോരി തന്നെ പറഞ്ഞു, അങ്ങേക്ക് വളരെ ക്ഷീണം തോന്നുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ചെന്തെങ്കിലും കഴിക്കാൻ ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് താഴെ ചെന്നത് പറഞ്ഞിട്ട് റവപ്പായസം ചൂടാക്കി കൊടുത്തു. കിഷോരി അവിടെ കൊണ്ട് കൊടുത്തു. അപ്പോഴാണ് ഭഗവാൻ കിഷോരിയോട് പറഞ്ഞത്, ആംലക്കി ഉണ്ടെങ്കിൽ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. കിഷോരിയോട് പറഞ്ഞു, ആംലക്കി ഉണ്ടെങ്കിൽ കൊണ്ടുവരും. എന്നിട്ട് കിഷോരി അപ്പം തന്നെ മാർക്കറ്റിൽ പോയി, ഗോപാൽദായോടൊപ്പമാണ്, അപ്പം തന്നെ മാർക്കറ്റിൽ പോയിട്ട് ഈ ആംലക്കിയും വാങ്ങി വീണ്ടും തിരിച്ചു. എന്നിട്ട് ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. ഈ വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, സുരേഷ് മിത്രയുടെ ഭാര്യ മന്ത്രദീക്ഷ എന്തായി എന്നുള്ള കഥ. അതായത് ക്ഷമിക്കണം, ഇത് കിഷോരി തൻ്റെ ഭാര്യയുടെ കാര്യം ഭഗവാനോട് പറഞ്ഞില്ല. ഈ കത്തിൻ്റെ കാര്യമോ ഭാര്യ വേറൊരു മന്ത്രദീക്ഷ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യമോ ഭഗവാനോട് പറഞ്ഞില്ല. അത് പറയാനുള്ള അവസരം വന്നിട്ട് കിട്ടിയില്ല. അതിനു മുമ്പേ തന്നെ ഈ ആംലക്കി വാങ്ങാൻ പോലും വരലും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഈ ആംലക്കിയൊക്കെ കൊണ്ട് കൊടുത്ത ശേഷം കിഷോരി ഇത് പറയാൻ പറ്റിയില്ല. കിഷോരി ഇനി എങ്ങനെ പറയുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഭഗവാൻ അങ്ങോട്ട് ഗോപാൽദായോട് ചോദിക്കുകയാണ്, നമ്മുടെ സുരേഷ് മിത്രയുടെ ഭാര്യയുടെ കാര്യം എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ ഗോപാൽദാ എന്നിട്ട് പറയണം, ആ കഥയൊന്ന് പറയൂ. അങ്ങനെ ഗോപാൽദായെ കൊണ്ട് ആ കഥ പറയിക്കുകയാണ്. ആ കഥ കിഷോരിക്കുള്ള ഉത്തരമാണ്. അപ്പോൾ കിഷോരി ഇത് ചോദിച്ചിട്ടില്ല. കിഷോരി ഇത് ചോദിക്കാതെ തന്നെ കിഷോരിയുടെ ഭാര്യയുടെ കാര്യത്തിനുള്ള ഉത്തരം ഭഗവാൻ ഗോപാൽദായെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ അപ്പോൾ പറയുകയാണ്, വേറൊരു ഗുരുവിൽ നിന്ന് ഒരു മന്ത്രദീക്ഷ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ സ്വാർത്ഥനാകുന്നത്? അവരുടെ ആഗ്രഹത്തെ എന്തിനാണ് തടയുന്നത്? ഇത് കിഷോരിയോടല്ല, സുരേഷ് മിത്രയുടെ കാര്യത്തിലാണ് മറുപടി പറയുന്നത് ഭഗവാൻ. സുരേഷ് മിത്രയുടെ ഭാര്യയ്ക്കുള്ള മറുപടി ഗോപാൽദായുടെ കഥയ്ക്കുള്ള മറുപടി ആയിട്ടാണ് പറയുന്നത്. കിഷോരി മോഹൻ റായുടെ ഭാര്യയെക്കുറിച്ചേ പറഞ്ഞിട്ടില്ല. പറയുന്നത് മുഴുവൻ സുരേഷ് മിത്രയുടെ ഭാര്യയെക്കുറിച്ചാണ് കഥ. അങ്ങനെ എന്തിനാണത് തടയാൻ പോകുന്നത് സുരേഷ് മിത്ര? അവരുടെ വഴിക്ക് വിടും എന്നൊക്കെ പറഞ്ഞ് അതിനെന്താ തെറ്റ് എന്നൊക്കെ പറഞ്ഞാണ് ആ രംഗം ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ശാരദാനന്ദ സ്വാമികൾ ഡയറിയിൽ കുറിച്ചിട്ടിരുന്നു, തൻ്റെ 6ാം ഭാഗത്തിന് വേണ്ടിയിട്ട് കുറിച്ചിട്ടിരുന്നതാണ്. ഇത്തരത്തിൽ ഒരു കുറേ കൊച്ചു കാര്യങ്ങൾ സാധാരണഗതിയിൽ പ്രകടമാക്കാത്ത കുറേ കഥാഭാഗങ്ങൾ ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെ വീണ്ടും ഭഗവാന്റെ ആ മഹത്വത്തെ നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ മാതൃദേവിയുടെ അത് ഞാൻ ഈ ഒരു കിഷോരിയുടെ ഈ ഭാഗം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് യാദൃച്ഛികമായിട്ട് മാതൃദേവിയുടെ ആ ഒരു ഭാഗം കാണാനിടയായത്. അപ്പോൾ അത് വായിച്ചപ്പോഴാണ് വളരെ മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ കാര്യം പറയാൻ കാരണം. അമ്മയോടുള്ള ആ ഒരു ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആ ഒരു വലിയ ഭക്തി വൈഭവം, ഇതെല്ലാം തന്നെ ഇവരിലെല്ലാം നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഭക്തിയെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നു, നമ്മൾ നമ്മുടെ ഭക്തിയെ, നമ്മുടെ ഈശ്വരനോടുള്ള ആഭിമുഖ്യത്തെ, ഈശ്വരനോടുള്ള ഇഷ്ടത്തെ, സ്നേഹത്തെ നമ്മൾ എങ്ങനെയാണ് രൂപപ്പെടുത്തി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്ന് ഈ വലിയ ജന്മങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ട ഭഗവത് സാക്ഷാത്കാരം കിട്ടിയ ഈ ജന്മങ്ങളുടെ കഥകളിലൂടെയെങ്കിലും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യമായി നമ്മൾ കാണേണ്ടത്. അതുതന്നെയാണ് ഇത്തരം കഥകൾ നമുക്ക് വേണ്ടി
പറഞ്ഞു തരുന്നതെന്നും കൂടെ നമ്മൾ ഓർക്കുക. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ സാർ. നമസ്തേ 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 സാർ. നമസ്തേ. ജയിക്കാം. നാമം ജപിക്കാം. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. എല്ലാവർക്കും നമസ്കാരം.